ഹായ് ഫ്രണ്ട്സ്, ലേൺ പ്രോഗ്രാമിംഗ് മലയാളം ചാനലിലെ പുതിയൊരു വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോ സീരീസിൽ മുതൽ പഠിക്കാൻ തുടങ്ങുന്നത് PHP എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് വേൾഡിൽ വെബ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് PHP. ഇതൊരു ഡൈനാമിക്കലി ടൈപ്പ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. പിന്നെ PHP ഒരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജാണ്, അതായത് C, Java ഒക്കെ പോലെ കമ്പൈലേഷൻ്റെ ഒരു സ്റ്റെപ്പ് നമുക്ക് PHP റൺ ചെയ്യാനായിട്ട് ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ സീരീസിൽ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ബിഗിനറായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ സീരീസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഉള്ള ഒരു പ്രോഗ്രാമിംഗ് എക്സ്പീരിയൻസ് ഒന്നും നമ്മളിതിൽ ഒരു ആവശ്യമായിട്ടില്ല, ആർക്ക് വേണമെങ്കിലും പഠിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഇവിടെ കാണുന്ന php.net എന്ന് പറയുന്നതാണ് PHPയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. നമുക്ക് PHP ആക്ച്വലി ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനും കുറച്ചും കൂടി കൺവീനിയൻറ്റ് അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻ്റ് ആയിട്ടുള്ള XAMPP എന്ന് പറയുന്ന ടൂള്, അല്ലെങ്കിൽ വിൻഡോസിൽ വാമ്പ് എന്നൊക്കെ പറയുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു ടൂള് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കോഡ് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം, കോഡിങ് തുടങ്ങാനായിട്ട് ഏറ്റവും എളുപ്പം. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു സീരീസിൽ യൂസ് ചെയ്യുന്നത് മെഷീൻ മാക് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വിൻഡോസാണ് നിങ്ങളുടെ മെഷീൻ എങ്കിൽ വിൻഡോസിന് വേണ്ടിയിട്ടുള്ള PHPയുടെ ഈ XAMPPൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് PHP 7.4 എന്ന് പറയുന്ന വേർഷനാണ്. അപ്പോൾ കറണ്ട് PHP വേർഷൻ എന്ന് പറയുന്നത് 7 ഉള്ള വേർഷൻസാണ് കറണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 7 യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇത് വിൻഡോസിന് മാത്രമല്ല, ലിനക്സിനും മാക്കിനും ഒക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ UI, അതായത് സ്ക്രീൻസ് ചെറിയ വ്യത്യാസമുണ്ടെന്നുള്ളൂ. വർക്കിംഗ് എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. അപ്പോൾ ഞാൻ എൻ്റെ മെഷീനിൽ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഇൻസ്റ്റലേഷൻ സ്ട്രേറ്റ് ഫോർവേഡാണ്, വേറെ കൺഫ്യൂഷൻസ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ, XAMPPൻ്റെ വിൻഡോ നമുക്ക് സ്റ്റാർട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങോട്ട് ഒരു സ്റ്റാർട്ട് ബട്ടൺ കാണാം. ആ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സർവീസസ് സ്റ്റാർട്ടാകും. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ അപ്പാച്ചെ എന്ന് പറയുന്ന സർവീസാണ്. അപ്പോൾ ഈ ഒരു സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെബ് സെർവറാണ് ഈ അപ്പാച്ചെ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സർവീസ് റൺ ചെയ്താലേ നമ്മുടെ PHP കോഡ് നമുക്ക് റണ്ണായിട്ട് ബ്രൗസറിൽ ഔട്ട്പുട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ലേറ്ററായിട്ട് പിന്നെ യൂസ് ചെയ്യാൻ സാധ്യതയുള്ളത് MySQL എന്ന ഡാറ്റാബേസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മറ്റുള്ള സർവീസൊന്നും നമ്മൾ ആക്ച്വലി ആവശ്യമില്ല. അപ്പോൾ ഇത്രയും സ്റ്റാർട്ട് കൊടുത്താൽ ഈ സർവീസസൊക്കെ അപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഗ്രീൻ ലേബലിൽ കാണാൻ കഴിയുന്നതാണ്. ഇത് സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓറഞ്ചായിട്ട് പയ്യെ ഇത് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഇത് റെഡ് കളറിൽ നിൽക്കുന്നതിനുള്ള അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഈ ഒരു സർവീസ് സ്റ്റോപ്പാണ്. അപ്പോൾ ഇത് സ്റ്റോപ്പായ ഒരു കണ്ടീഷനിൽ നമുക്ക് ബ്രൗസറിൽ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത ഔട്ട്പുട്ട് കാണാനായിട്ട് സാധിക്കില്ല. ഞാനിത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കോഡ് എഴുതാനായിട്ട് ഒരു ഫോൾഡർ, ആക്ച്വലി ഒരു ബേസ് ഫോൾഡറുണ്ട് അപ്പാച്ചയ്ക്ക്. അപ്പോൾ അത് XAMPP ബൈ ഡിഫോൾട്ട് വിൻഡോസിലൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റാൾ ആവുന്നത് പ്രോഗ്രാം ഫയൽസിലെ ഒരു ഫോൾഡറിൻ്റെ അകത്താണ്. അപ്പോൾ അത് നിങ്ങൾ XAMPPൻ്റെ ഫോൾഡർ വിൻഡോസിലൊക്കെ ഓപ്പൺ ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഫോൾഡർ കാണാൻ കഴിയും. ഇങ്ങനെ കുറേ ഫോൾഡർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോൾഡർ എന്ന് പറയുന്നത് htdocs ആണ്. അപ്പോൾ ഇത് നമ്മുടെ വെബ് സെർവറിൻ്റെ പബ്ലിക് പാത്തിൻ്റെ ഫോൾഡറാണ്. അതായത് ഇതിൻ്റെ അകത്തായിരിക്കും നമ്മൾ കോഡുകൾ, PHP കോഡ് എഴുതുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു എൻവയോൺമെൻറ്റ് സെറ്റപ്പ് ചെയ്യുക, നമ്മുടെ ഒരു ഫസ്റ്റ് ജസ്റ്റ് ഹലോ വേൾഡ് പ്രോഗ്രാം റൺ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഇതിൽ ഇനി വേണമെങ്കിൽ സബ് ഫോൾഡേഴ്സായിട്ട് നിങ്ങളുടെ പ്രൊജക്ട്സ് ഓരോന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിനു വേണ്ടി ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. learn-php എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോൾഡറിൻ്റെ പേര്. അപ്പോൾ അതിൽ ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, index.php ഫയലുകൾ, അതായത് എക്സിക്യൂട്ട് ചെയ്യേണ്ട PHP കോഡിൻ്റെ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .php എന്നായിരിക്കണം. എന്നാൽ മാത്രമേ അതൊരു PHP ഫയലായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ മ്യൂസിക്കൊക്കെ ആണെങ്കിൽ .mp3 എന്നൊക്കെ പറയുന്നത് പോലെ PHP ലാംഗ്വേജിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .php ആണ്. അപ്പോൾ ഇത് നമുക്ക് ബ്രൗസറിൽ ആക്സസ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മുടെ learn-php എന്ന് പറയുന്ന ഒരു ഫോൾഡർ ബ്രൗസറിൽ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് കാണണമെങ്കിൽ, നമുക്കിവിടെ നെറ്റ്വർക്ക് ടാബ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോർട്ട് ഫോർവേഡിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രൗസറിൽ ഈ ഒരു അഡ്രസ്സിലാണ് നമ്മുടെ ഈ ലോക്കൽ ഹോസ്റ്റ് അഥവാ നമ്മുടെ വെബ് സെർവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും localhost:8080. അത് കഴിഞ്ഞാണ് നമ്മുടെ ഇവിടുത്തെ ഫോൾഡറിൻ്റെ പേര്, അതായത് ഈ ഒരു ഫോൾഡർ നെയിം വരുന്നത്. അപ്പോൾ ഈ localhost:8080 എന്ന് പറയുന്ന നമ്മുടെ htdocsലേക്കുള്ള ഒരു പാത്താണ്, അല്ലെങ്കിൽ അഡ്രസ്സാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് എങ്ങോട്ട് പോകണം എന്നുള്ളത് നമ്മൾ നോർമലി പാത്ത് പറയുന്നത് സെപ്പറേറ്റ് ചെയ്യുന്നത്, ഫോൾഡർ സെപ്പറേറ്റ് ചെയ്യുന്നത് // വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു കേസിൽ /learn-php എന്ന് പറയുന്നതാണ് നമ്മുടെ പാത്ത്. പിന്നെ അപ്പാച്ചെ വെബ് സെർവർ നമ്മൾ ഫയലിൻ്റെ പേരൊന്നും ബൈ ഡിഫോൾട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു index.php, അതായത് ഫയലിൻ്റെ പേര് ഇൻഡെക്സ് എന്നാണെങ്കിൽ ആ ഒരു ഫയലായിരിക്കും ബൈ ഡിഫോൾട്ട് റീഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ ഫയലിൻ്റെ പേര് ഒന്നും കൊടുക്കാതെ ഈ ഒരു ഫയൽ ലോഡായിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഫയൽ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത് കൊടുത്താലും നമുക്ക് സെയിം റിസൾട്ടാണ് വരുന്നത്. പക്ഷേ അതിലില്ലാത്തൊരു ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു എററാണ് വരുന്നത്, 404 അഥവാ നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന എററാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബേസിക് സെറ്റപ്പ്. അപ്പോൾ ഇത് നിങ്ങളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോഡിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു വളരെ ഡമ്മി കോഡ് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ബ്രൗസറിലേക്ക് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോൾഡർ നിങ്ങളുടെ ഇഷ്ടമുള്ള കോഡ് എഡിറ്ററിൽ ഏതിലെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് VS കോഡ്, അതായത് VS കോഡ് എന്ന് പറയുന്ന ഒരു കോഡ് എഡിറ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ കോഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ ആണ് ആക്ച്വലി, പക്ഷേ ഇത് വിൻഡോസിലും ലിനക്സിലും എല്ലാത്തിലും അവൈലബിൾ ആയിട്ടുള്ളൊരു ഓപ്പൺ സോഴ്സ് കോഡ് എഡിറ്ററാണ്. അപ്പോൾ ഇത് നിങ്ങളിതാണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ OS-നനുസരിച്ചിട്ടുള്ള ഒരു വേർഷൻ ഡൗൺലോഡ് ഇവിടെ ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഡ് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ learn-php എന്ന് പറയുന്ന ഫോൾഡർ ഇതിൽ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു വിൻഡോ കാണാം. ഇത് എന്ന് പറയുന്നത് ഫയൽ എക്സ്പ്ലോറർ, അല്ലെങ്കിൽ ഫയലുകൾ ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് കാണിച്ചു തരുന്നത്. റൈറ്റ് സൈഡിൽ നമ്മൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് കോഡിങ്ങിലേക്ക് കിടക്കാം. PHP കോഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അഥവാ PHP നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജാണ് PHP. അപ്പോൾ PHP ബേസിക്കലി ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ് നോക്കുന്നത്. .php എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ആയിരിക്കണം. പിന്നെ വേണ്ടത് ഒരു കാര്യം എന്ന് വെച്ചാൽ PHP കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സിൻടാക്സിലാണ്, അത് $PHP. അപ്പോൾ അങ്ങനെ ഒരു ടാഗ്, PHPയുടെ ഓപ്പൺ ടാഗ് എന്നാണ് അതിന് പറയുന്നത്, അത് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് PHP കോഡ് എഴുതി തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ജനറലി ജസ്റ്റ് ഒരു മെസ്സേജ് ബ്രൗസറിലേക്ക് പ്രിൻ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ലൈന്, രണ്ടാമത്തെ ലൈന്, ഇതിന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ്.
അപ്പോൾ ഓരോ ലൈനിൽ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സിനെ എൻഡ് ചെയ്യാനായിട്ട് നൊട്ടേഷൻ ചെയ്യുന്നത് ഒരു സെമിക്കോളൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ എക്കോ എന്ന് പറയുന്ന PHPയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലാംഗ്വേജ് കൺസ്ട്രക്ടർ എന്നാണ് അതിന് പറയുന്നത്. അത് നമ്മൾ എന്താ പറയുക കണ്ടൻസ് പ്രിൻ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എക്കോ എന്ന് പറയുന്നത്. അപ്പോൾ എക്കോ എന്ന് പറയുന്നത് ഒരു PHPയിലെ റിസർവ്ഡ് കീവേഡാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു സ്പേസ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളൊരു ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് നമ്മൾ ഈ കൊടുക്കുന്ന മെസ്സേജ് ഇപ്പോൾ ഇവിടെ എന്ത് കൊടുത്താലും അതായിരിക്കും നമുക്ക് റൺ ചെയ്ത് ബ്രൗസറിൽ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിൻഡോ നമ്മുടെ ഈ ഒരു URL ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന URL റീലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഹലോ വേൾഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതിയ കോഡ് എന്ന് പറയുന്നത് ഈ ഒരു ടാഗിനകത്ത് ഉള്ള കോഡാണ്. പിന്നെ PHP കോഡ് നമുക്ക് എൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു സിൻടാക്സാണ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ മാർക്കും ഒരു ആംഗിൾ ബ്രാക്കറ്റുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. നമുക്ക് ഫുൾ PHP കോഡാണ് എഴുതണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലോസിങ് ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ അത് വാലിഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ എക്കോ എന്ന് പറയുന്ന ഒരു കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ ബ്രൗസറിൽ ഈ ഒരു കണ്ടൻറ്റ് മാത്രമാണ് വന്നിട്ടുള്ളൂ. അപ്പം ബ്രൗസറിൽ നമ്മളിവിടെ ക്രോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മുടെ എക്കോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനെയൊന്നും ഇവിടെ വന്നിട്ടില്ല. ആക്ച്വലി PHP ഇത് പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ടാണ് ബ്രൗസറിലേക്ക് വിടുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു HTML അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. PHP ടാഗുകളോ അല്ലെങ്കിൽ PHPയുടെ കീവേഡുകളോ ഒരിക്കലും ബ്രൗസറിൽ കാണാൻ കഴിയില്ല. കാരണം അത് എക്സിക്യൂട്ടായി അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്തതിൻ്റെ ഔട്ട്പുട്ടാണ് ബ്രൗസറിൽ പ്രിൻ്റ് ആവുന്നത്. അങ്ങനെയാണ് ആക്ച്വലി ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബേസിക്കലി നമ്മളിതിൻ്റെ ഇൻസ്റ്റലേഷനും ഫസ്റ്റ് കോഡ് റണ്ണിങ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.